إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, അവൻ്റെ കൽപ്പനാ വിരോധനങ്ങളെല്ലാം ജീവിതത്തിൽ യഥാവിധം മുറുകെ പിടിച്ച് യഥാർത്ഥ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആവശ്യമായ രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദ വീക്ക് എന്ന പേരിലുള്ള ഒരു മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിരുന്നു. അമേരിക്കയിലുള്ള പ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്യാൻസർ രോഗവിദഗ്ധൻ, അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പറയുന്ന ഒരു ലേഖനമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടാകുകയുണ്ടായി. അമേരിക്കയിലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ പ്രമുഖനായ ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ്. ക്യാൻസർ അതിൻ്റെ 4th സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പ്രയാസത്തിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ ഓങ്കോളജിസ്റ്റ് പറയുകയാണ്, വളരെ പ്രശസ്തനായ, എല്ലാ നിലയ്ക്കും എപ്പോഴും തിരക്കുള്ള ഒരു കാർഡിയോളജിസ്റ്റാണ്. എന്നാൽ ഇദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു, ഏകദേശം 1 മാസം അത്ര മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ആയുസ് ഉണ്ടാവുള്ളൂ എന്ന കാര്യം. ഇദ്ദേഹത്തിൻ്റെ ആയുസ് തീരാറായി എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കാർഡിയോളജിസ്റ്റിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഡൈവോഴ്സ് ചെയ്ത് അവർ വേറെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തെ നോക്കാൻ ആരുമില്ലാതെ താൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ശമ്പളവും വരുമാനവുമായിട്ട് അങ്ങനെ അവസാന കാലങ്ങൾ തള്ളി നീക്കുന്ന ഒരു പ്രശസ്തനായ ഡോക്ടർ. ആ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൽ വരികയാണ്. ഈ ഓങ്കോളജിസ്റ്റ് പറയുകയാണ്, ഈ പ്രശസ്തനായ കാർഡിയോളജിസ്റ്റിൻ്റെ ബ്രദർ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇദ്ദേഹത്തിന് മെയിൽ അയക്കുകയാണ്. എപ്പോഴായിരിക്കും ഏകദേശം ഇദ്ദേഹത്തിന് മരണം ഉണ്ടാവുക?
ആ ഡേറ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതനുസരിച്ച് എനിക്ക് അങ്ങോട്ടുള്ള വരവും ആ വരാനുള്ള ചെലവും ശേഷം ഇദ്ദേഹത്തിന്റെ അവസാനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കുറച്ച് സമയമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനാണ്, ആ ലീവ് ഒന്ന് പ്ലാൻ ചെയ്ത് അത് കഴിഞ്ഞത് വേഗം തിരിച്ചു പോരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഈ ഓങ്കോളജിസ്റ്റിന് മെയിൽ അയക്കുന്ന ഒരു അനുഭവം അദ്ദേഹം പറയുകയുണ്ടായി. ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി ഇദ്ദേഹം മരണപ്പെട്ടു. ആ മരണത്തിന് മുമ്പ് ഈ കാർഡിയോളജിസ്റ്റ് അദ്ദേഹം താൻ വർക്ക് ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിലെ അവിടെ റിസപ്ഷനിലേക്ക് അദ്ദേഹം ഒന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഫോൺ ചെയ്യാണ്. ഇന്ന ഒരു കാർഡിയോളജിസ്റ്റ് അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിലേക്ക് ഒരു ബുക്കിംഗ് ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ റിസപ്ഷനിൽ, അദ്ദേഹം ലീവാണല്ലോ, റിസപ്ഷനിലുള്ള ആ കുട്ടി ഇദ്ദേഹത്തോട് പറയാണ്, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല, അദ്ദേഹത്തെക്കാൾ ഏറ്റവും മികച്ച ഒരു വളരെ പ്രശസ്തനായ ഒരു കാർഡിയോളജിസ്റ്റ് ഇപ്പോൾ ഇവിടെ സേവനം തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ സർവീസ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ ബുക്കിംഗ് തരാം എന്ന് പറഞ്ഞൊരു മറുപടിയായിരുന്നു അവസാനമായി ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ എത്ര വലിയ തിരക്കുള്ള ആളുകളാണെങ്കിലും, എത്ര വലിയ അക്കങ്ങൾ ശമ്പളം നേടുന്ന ആളുകളാണെങ്കിലും, ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ ഇരുന്ന കസേരയിൽ, നമ്മൾ ചെയ്ത ജോലിയിൽ അതിലൊക്കെ പുതിയ ആളുകൾ പ്ലേസ് ചെയ്യപ്പെടും എന്ന കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമുക്കൊക്കെ ഒരു അവസാനം വരാനുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, നമ്മളൊന്നും അറിയാത്ത, ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത, നിലച്ചിരിക്കാത്ത ഒരു സമയത്ത് നമ്മളിലേക്ക് കടന്നു വരാനുള്ള ഒരു മരണം. ആ മരണത്തിന്റെ വിളി എപ്പോൾ വേണമെങ്കിലും, എത്ര വലിയ തിരക്കുള്ള, ലോകത്ത് എത്ര പ്രമുഖനും പ്രശസ്തനുമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളിലേക്ക് അത് വരാനുള്ള സമയമായി കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് കൃത്യമായി തന്നെ അത് ഏത് ദേശത്താണെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും നമ്മളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും ആ മരണത്തിന്റെ രുചിയുണ്ടല്ലോ അത് ആസ്വദിക്കുന്നത് തന്നെ ചെയ്യുമെന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത കൊണ്ടാവണം നമ്മൾ എല്ലാവരും അടുത്തൊരു മാസക്കാലത്തെ വരവേൽക്കേണ്ടത്. വളരെ കുറഞ്ഞ ദിവസം മാത്രമേ നമുക്ക് റമദാനിലേക്കുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, റമദാൻ ഒരു അസുലഭമായ അവസരമാണ്, ഒരിക്കലും നമുക്ക് ലഭിക്കാത്ത. ഒരുപക്ഷെ നമ്മളതിലൊരു പ്രാധാന്യവും ഗൗരവവും ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ രൂപത്തിലായിരിക്കില്ല ഇരിക്കുക, നമ്മുടെ പ്ലാനിങ് ഇങ്ങനെ ആയിരിക്കില്ല. അത്രമേൽ ആവേശത്തോടെ നോക്കിക്കാണേണ്ട ഒരു സമയമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, റമദാന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ആ ഒരുക്കമുണ്ടല്ലോ, അതൊരുപക്ഷെ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം മകളുടെ കല്യാണമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മകന്റെ കല്യാണമാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ വീടും നമ്മളും ഒരുങ്ങുക? അതിൽ ഓരോ ചെറിയ 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 മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു പ്രശ്നവുമില്ലാതെ അതിന്റെ പെർഫെക്ഷൻ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുപോലെയായിരിക്കും റമദാൻ അതിന്റെ ആവേശത്തോടെ ഏറ്റെടുത്ത ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത്തരത്തിൽ റമദാനിന്റെ ശ്രേഷ്ഠതകളെല്ലാം അറിഞ്ഞുകൊണ്ട് മുന്നൊരുക്കം നടത്താൻ നമുക്ക് ഇവർക്കും സാധിക്കേണ്ടതുണ്ട്. സലഫുകൾ അവർ 6 മാസം മുമ്പ് റമദാനിന് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു. റമദാൻ ആവുന്നതിന് 6 മാസം മുമ്പ് തന്നെ അടുത്തൊരു റമദാനിലേക്ക് ഒരുങ്ങാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത 6 മാസക്കാലം അവർ ഈ റമദാനിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അതേ രൂപത്തിൽ തന്നെ തുടരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെയൊക്കെ ജീവിതം. റമദാന് മുമ്പ്, എത്രയോ മുമ്പ് റമദാന് വേണ്ടി ഒരുങ്ങുക, റമദാൻ കഴിഞ്ഞാലോ ആ റമദാനിന്റെ ആവേശം തുടർച്ചയായിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്നാൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഭൂരിഭാഗം മനുഷ്യരും മുസ്ലിമീങ്ങൾ എന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം പേരുള്ള ആളുകൾ നമ്മൾക്ക് ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, റമദാൻ ഏകദേശം കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ, അതിൽ ഒരാഴ്ചയ്ക്ക് ആവുമ്പോൾ നമ്മളൊന്നിങ്ങനെ ഒരുങ്ങും, കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാക്കും, നമുക്കായ രൂപത്തിൽ നമ്മൾ ചില പ്ലാനൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നാൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ, റമദാൻ എത്തിയതിന് ശേഷം മാത്രം അതിനു വേണ്ടി ആലോചിക്കുന്ന, ഇങ്ങനൊരു റമദാൻ എത്തിയിട്ടുണ്ട്, ഒരു അവസരമാണ് എന്ന് അപ്പോൾ മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. 6 മാസക്കാലം മുമ്പൊന്നും ഒരുങ്ങിയില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് അവസരമുണ്ട്. റമദാനിന് വേണ്ട എല്ലാ രൂപത്തിലുമുള്ള പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റജബ് മാസം, റമദാൻ 2 മാസം മുമ്പുള്ള റജബ് മാസം എന്നത് നമുക്ക് വിത്ത് പാകാനുള്ള, കൃഷി ഇറക്കാനുള്ള സമയമാണ്. അങ്ങനെ വിത്തൊക്കെ പാകി അത് ഏറ്റവും പെർഫെക്റ്റ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് പിന്നീട് ശഅബാൻ വരും. ആ ശഅബാൻ ആവുമ്പോഴേക്കും അത് വളർന്ന് അതിൽ വെള്ളം ഒഴിച്ച് അത് ഏറ്റവും നന്നായി പരിചരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ ശഅബാനിൽ നമുക്കൊക്കെ ചെയ്യാനുള്ളത്. വെള്ളം ഒഴിച്ച് അതിനെല്ലാം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് എന്തെങ്കിലും കളകൾ ഉണ്ടെങ്കിൽ, എക്സ്ട്രാ വീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറിച്ചു കളഞ്ഞ് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയമാണ് ഈ ശഅബാൻ എന്നത്. ഇതിനുശേഷം റമദാൻ വരും. ആ റമദാൻ വന്നാൽ നമ്മൾ ചെയ്ത ഈ പ്രവർത്തനങ്ങളുടെ റിസൾട്ട്, ആ വിളവെടുപ്പ് നടത്തേണ്ട, അതിന്റെ കൃഷി എടുക്കേണ്ട ഒരു സമയമായിക്കൊണ്ടാണ് റമദാനെ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. അംർ ഇബ്നുൽ ഖൈസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച ആളുകൾക്ക് തൂബ, അവർക്ക് മംഗളമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നിലയ്ക്കുമുള്ള ദുഷിച്ച വികാരങ്ങൾ, ചിന്തകൾ അതെല്ലാം മാറ്റിയെടുത്ത് റമദാനിലേക്ക് ആത്മാർത്ഥമായി ഒരുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിലെ ഓരോ ദിവസങ്ങളിലും
ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നതാണ്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ യാ ബാഗിയ ശർ അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരിക. റമദാനിൽ ഓരോ രാത്രിയും പറയുകയാണ് യാ ബാഗിയ ശർ അഖ്സിർ. തിന്മ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ അടങ്ങുക, നിങ്ങൾ ചുരുക്കുക എന്ന് റമദാനിൽ ഓരോ രാത്രിയും പറയുമെന്നാണ്. അത്രമേൽ പ്രാധാന്യമുള്ള നന്മകൾക്ക് എന്തുകൊണ്ട് നമുക്ക് എല്ലാ അവസരവുമുള്ള ഒരു റമദാൻ നമ്മളിലേക്ക് വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, ഖബറാളികളായ ഒരു വ്യക്തി ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് റമദാനിലെ ഒരു ദിവസമെങ്കിലും കിട്ടണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ആ 30 ദിവസവും ഏറ്റവും സുന്ദരമായി നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കപ്പെടുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്ലാനിംഗ് ആണ് ആവശ്യം. റമദാൻ ആ ഒരു മാസക്കാലം എന്നിലേക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ്സും ആരോഗ്യവും തരികയാണെങ്കിൽ ഈ റമദാനിലെ 28, 20, 30 ദിവസം ഇൻഷാ അല്ലാഹ് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ആ റമദാനിലൂടെ എന്തെല്ലാമാണോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പുണ്യങ്ങൾ നേടിയെടുക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്, എന്തെല്ലാം തിന്മകളാണോ ഒഴിവാക്കപ്പെടേണ്ടത്, അത് പൂർണ്ണമായും അതിന്റെ പെർഫെക്ഷനിൽ നേടിയെടുക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന ഉറച്ച ബോധ്യമാണ് നമുക്കൊക്കെ ഇപ്പൊ ഉണ്ടാവേണ്ടത്. റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് റമദാനിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് ലഅല്ലകും തത്തഖൂൻ. നമ്മൾ നിരന്തരം കേൾക്കുന്ന പാരായണം ചെയ്യുന്ന ഒരു ആയത്താണ് ഷഹ്റു റമദാൻ. റമദാൻ എന്ന ഈ മാസം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് മുൻകഴിഞ്ഞ സമൂഹത്തിനുമൊക്കെ ഈ ഖുർആനും വേദഗ്രന്ഥങ്ങളും ഒക്കെ അവതരിപ്പിച്ചത് ലഅല്ലകും തത്തഖൂൻ, ആ ഒരൊറ്റ ലക്ഷ്യത്തിനാണ്. അതിലെല്ലാം വന്നു, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറാൻ. എല്ലാ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ തുടക്കത്തിൽ പറയുന്നത് പോലെ ആ തഖ്വയുള്ള മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ് നമ്മുടെ ഏവരുടെയും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. അതുകൊണ്ട് നമ്മൾ ഈ റമദാനിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ തഖ്വ നേടുന്ന ആളുകളായി മാറുന്നു എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആവശ്യമായ അഴിച്ചുപണികൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ തിരുത്തലുകൾ, എഡിറ്റിങ്ങുകൾ ആവശ്യമുള്ളത് അതെല്ലാം കൃത്യമായി ചെയ്യാൻ ഈ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞൊരു മാസക്കാലം എനിക്ക് സാധിച്ചു എന്ന കാര്യം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാൻ, പുനർവിചിന്തനം ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. തഖ്വ, ലഅല്ലകും തത്തഖൂൻ. എന്താണ് ഈ തഖ്വ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, തഖ്വ എന്നാൽ അത്തഖ്വ ഹിയ അൻ തജഅല ബൈനക വബൈന മഹാരിമില്ലാഹ ഹാജിസ. തഖ്വ എന്നാൽ ഹിയ അൻ തജഅൽ, നിങ്ങൾ ഉണ്ടാക്കുകയാണ്, ബൈനക വബൈന മഹാരിമില്ല, നിങ്ങൾക്കും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾക്കും ഇടയിൽ ഹാജിസ, ഒരു മറ സ്വീകരിക്കുക എന്നതാണ് തഖ്വയുടെ നിർവചനമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഹറാമാക്കിയ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. ആ ഹറാമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്കുമിടയിൽ ഒരു വലിയ മറ സ്വീകരിക്കുക, ഹാജിസ, ഒരു വലിയ മറ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് കാണാൻ കഴിയാത്ത രൂപത്തിൽ, അതിലേക്ക് അടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വലിയ മറ സ്വീകരിക്കുക എന്നതാണ് തഖ്വ കൊണ്ടുള്ള ഉദ്ദേശം എന്നത്. ഒരുപക്ഷെ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അതുതന്നെയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, റമദാൻ എന്നാൽ പിശാചുക്കളെ, ശൈത്താന്റെ അനുയായികളെ ബന്ധനസ്ഥരാക്കപ്പെടുന്ന ഒരു സമയമാണ് റമദാൻ. റമദാനിലെ ഓരോ നോമ്പും അതിന്റെ രാപ്പകലുകളിലെല്ലാം ശൈത്താൻമാർ അല്ലെങ്കിൽ പിശാചുകൾ ബന്ധനസ്ഥരാക്കപ്പെടുന്ന, അവർ ടൈ ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് റമദാൻ. സ്വാഭാവികമായിട്ടും തെറ്റായ ഒരു ചിന്ത, തിന്മയിലേക്കുള്ള ഒരു വികാരം നമുക്ക് വളരെ കുറവായിരിക്കും റമദാനിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ തഖ്വയെ പൂർണ്ണമായും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കാവുന്ന രൂപത്തിലാണ് റമദാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിട്ടുള്ളത്. എന്തെല്ലാം ഹറാമുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് വരാനുണ്ടോ, ആ ഹറാമുകളോടൊക്കെ ഒരു ബിഗ് നോ പറയാൻ നമുക്ക് സാധിക്കാൻ, അതിനുള്ളൊരു ഈമാനികമായ ഊർജ്ജം നേടിയെടുക്കാൻ റമദാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, തെറ്റുകളിൽ തുടരാൻ, ഒരുപക്ഷെ ഇന്നൊരു കാര്യം അത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ തെറ്റുകളിൽ, ആ തിന്മകളിൽ ഒറ്റയ്ക്കാവുമ്പോഴോ രഹസ്യ ജീവിതത്തിലോ ആരും കാണാത്തൊരു സമയത്തോ അതിൽ തന്നെ തുടരാൻ, അതിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന 5 കാര്യങ്ങളെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിൽ അതിൽ ന്യായീകരണം കണ്ടെത്തുക. നമുക്ക് ആ ഏറ്റവും നന്നായി തോന്നും, അതൊരു ആസ്വാദനം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, അതിനെ ജസ്റ്റിഫൈ ചെയ്യുക. ആരെങ്കിലും ഒരാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതെ ആ തെറ്റിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇപ്പൊ സാമ്പത്തികമായ പ്രയാസങ്ങൾ വരുന്ന എത്രയോ അധികം ആളുകൾ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും ഒരു വലിയൊരു എമൗണ്ട് ഹോസ്പിറ്റലിലോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് വരികയാണ്. ഇത് വന്നാൽ ഉടനെ നേരെ പോയി എടുക്കുന്നത് കടമാണെങ്കിൽ കുഴപ്പമില്ല, മറിച്ച് ബാങ്കിൽ പോയി ലോൺ എടുത്തുകൊണ്ട് ആ പലിശ സമ്പ്രദായത്തിലേക്ക് പോകുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർ പറയുന്ന ന്യായം എന്താണ്? വലിയൊരു പ്രയാസമാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യും എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ തഖ്വയുള്ളവരാവുമോ എങ്കിൽ അതിനൊരു മഖ്റജ് അള്ളാഹു ഉണ്ടാക്കി തരും, ഒരു എക്സിറ്റ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുതാര്യമായ ഒരു പരിഹാരം അള്ളാഹു ഉണ്ടാക്കി തരും, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ പൂർണ്ണമായും അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ. എന്നാൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താ? അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും.
എന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, സാമ്പത്തികമായി എനിക്ക് വേറൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന, ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എങ്കിൽ അത് തിരുത്തേണ്ടതാണ്. രണ്ടാമതായി, അത്തരം തിന്മകളിൽ തുടരാനുള്ള ഒരു കാരണം സമയമായിട്ടില്ല എന്ന തോന്നലാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സമയമായിട്ടില്ല. അപ്പൊ കുറച്ചു കാലമായിട്ടുള്ളൂ ഞാൻ തുടങ്ങിയിട്ട്, എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറാനുള്ള ഒരു സമയമായിട്ടില്ല എന്ന ചിന്ത. പ്രിയപ്പെട്ടവർ, വളരെ പെട്ടെന്നാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മരണം നമ്മളിലേക്ക് കടന്നു വരിക. സൗദി അറേബ്യയിലെ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മരണപ്പെടുന്ന ഒരു അവസ്ഥ, ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നെ അവിടെ സൗദിയിലേക്ക് എത്തി, നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് പോയി അവിടെ ഒരു ഡ്രൈവർ ആയിക്കൊണ്ട് ജോലി അനുഷ്ഠിക്കുകയാണ്. ജോലി കുറച്ച് പ്രയാസമുള്ള ജോലിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്നാൽ വൈകുന്നേര സമയങ്ങളിൽ അദ്ദേഹം ഫ്രീ ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു പിന്നെ ഖുർആൻ ക്ലാസ്സും മറ്റൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തി ഈ ഡ്രൈവറായി പെട്ടെന്ന് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയായിട്ടും സൗദിയിൽ എത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ഇന്നൊരു സെന്ററിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ ഖുർആൻ ക്ലാസ് ആണ്, നിങ്ങൾ എന്തായാലും ഇത് പങ്കെടുക്കണം, നിങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ യുവാവ് അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ ഒരു തീക്ഷ്ണതയിൽ, അതിലൊരു ചുറുചുറുക്കിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങൾ എന്തേ പറയുന്നത്, ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ ഖുർആൻ ക്ലാസ് ഒക്കെ കേൾക്കാനുള്ള പ്രായമാണോ? ഞാനത് കുറച്ച് എൻജോയ് ചെയ്യേണ്ട, അടിച്ചു പൊളിക്കേണ്ട പ്രായമല്ലേ? ഞാനിപ്പോൾ ഇവിടെ സൗദിയിലേക്ക്, എന്റെ നാട്ടിൽ നിന്ന് മാറി ഒരു ജോലിയിലേക്ക് വന്നിട്ടുള്ളൂ. ഞാൻ കിട്ടുന്ന ശമ്പളം കൊണ്ട് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ ക്ലാസ്സിൽ നിന്ന് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ആ സുഹൃത്ത് അങ്ങനെ വണ്ടി എടുത്ത് പോയി എന്നാണ്. എന്നാൽ കുറച്ച് ദൂരം പോയതിനു ശേഷം ഈ ഇദ്ദേഹത്തെ ക്ലാസ്സിൽ ക്ഷണിച്ച ആ വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തായി ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്, അവിടെ നിന്ന് അത്യാവശ്യമായിട്ട് വരണം, ഒരു മലയാളിയാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവിടെ പോയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, നേരത്തെ ഒരു നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിച്ച ആ വ്യക്തി അവിടെ എത്തി സ്വന്തം പിന്നെ കാറിൽ ഇരുന്നു കൊണ്ട് അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കത്തി അമർന്ന, ആ ഡ്രൈവിംഗ് സീറ്റിന്റെയും സ്റ്റിയറിംഗിന്റെയും ഇടയിൽ വെറും ഒരു കരിഞ്ഞൊരു രൂപം മാത്രം അവിടെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം കത്തി അമർന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥ. ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ ഇമയൊന്ന് ചുറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ നമ്മുടെ കൺട്രോൾ തെറ്റും. അത്രയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആയുസ്സുള്ളൂ, വളരെ അല്പായുസ്സായ നിസ്സാരമാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നിട്ട് തിന്മകളിൽ തുടരാനുള്ള ന്യായമായി പറയുന്നത്, ഞാനിപ്പോ ചെറിയ പ്രായമല്ലേ, ഈ പ്രായത്തിൽ എങ്ങനെ ക്ലാസ്സിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, പള്ളിയിലേക്കൊക്കെ 5 വക്തിന് പോകാന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രയാസമുള്ള കാര്യമല്ലേ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഇതും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. മൂന്നാമതായി, തെറ്റുകളിൽ തുടരാനുള്ള ന്യായമായി പറയുന്നത്, അതിപ്പോ അള്ളാഹു പൊറുത്തോളും, അള്ളാഹു കാരുണ്യവാനല്ലേ, അള്ളാഹു ഗഫൂർ അല്ലേ, റഹീം അല്ലേ, അതുകൊണ്ട് അള്ളാഹു പൊറുക്കുമെന്ന ഒരു മിഥ്യാധാരണ. ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാതെ എങ്ങനെ അള്ളാഹു പൊറുക്കുക? തൗബ ചോദിക്കാതെ അതിൽ നിന്ന് പിന്മാറാതെ എങ്ങനെ അള്ളാഹു പൊറുക്കുക? അത്തരം ഒരു തെറ്റിദ്ധാരണയും ചില ആളുകൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അത് തുടരാൻ ഒരു ന്യായമായിക്കൊണ്ട് അള്ളാഹു പൊറുക്കുമെന്ന് പറയുന്ന ഒരവസ്ഥ. നാലാമതായിക്കൊണ്ട്, ഈ തെറ്റുകളിൽ സുഖം കാണുന്ന ആളുകൾ, ജീവിതത്തിൽ ഒരു തിന്മയുണ്ടെങ്കിൽ, ഒരു ഹറാമുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഹറാമിൽ ഒരു സുഖം കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തെറ്റ്, ആ തിന്മ അവനെ അതിജയിക്കും. അവന്റെ എല്ലാ ചിന്തകളെയും ഓവർകം ചെയ്തുകൊണ്ട് ആ തിന്മ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അനാവശ്യമായ ഒരു ബന്ധമാണെങ്കിൽ, ഒരു അന്യ ആണും ഒരു അന്യ പെണ്ണും ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ചാറ്റിംഗ് ആവട്ടെ, എത്തരത്തിലുള്ള ബന്ധങ്ങളാവട്ടെ, ആ ബന്ധങ്ങളൊക്കെ ഹറാമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കുമില്ല. പക്ഷെ അത്തരം ബന്ധം വീണ്ടും വീണ്ടും തുടരുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഒരു ആസ്വാദനം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്താൻ അവന് പ്രാപ്തനാക്കും. അങ്ങനെ ആ തിന്മയിൽ തന്നെ അവൻ തുടരുന്ന, ശൈത്താന്റെ പാതയിൽ തന്നെ പോകുന്ന ഒരു അവസ്ഥ അവനിൽ ഉണ്ടാവുന്നതാണ്. അഞ്ചാമതായിക്കൊണ്ട്, ആ തെറ്റിനെ ഇങ്ങനെ സ്വാഭാവികവൽക്കരിക്കുന്ന അവസ്ഥ, അതിനെ നോർമലൈസ് ചെയ്യുന്ന, അതിപ്പോ എന്റെ എല്ലാ ഫ്രണ്ട്സും ചെയ്യുന്നതല്ലേ, ഇവർക്കൊക്കെ അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്തുകൂടെ എന്ന് പറയുന്ന മറ്റൊരു ന്യായം. ഇങ്ങനെയൊക്കെയാണ് തിന്മകളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, അതിൽ മാത്രം ജീവിക്കുന്ന, ഈ പറഞ്ഞ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാത്ത വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റമളാൻ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ റമളാനിലൂടെ നേടിയെടുക്കേണ്ട, നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിൽ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ തഖ്വ എന്നത്. ആ തഖ്വ എന്നാൽ നിങ്ങൾക്കും അള്ളാഹു ഹറാമാക്കി എന്ത് ആസ്വാദനം ഉണ്ടാവട്ടെ, അത് ലഹരിയാവട്ടെ, ഡ്രഗ്സ് ആവട്ടെ, പോണോഗ്രാഫി ആവട്ടെ, അശ്ലീലങ്ങളാവട്ടെ, അനാവശ്യമായ ബന്ധങ്ങളാവട്ടെ, ഇതിനോടെല്ലാം ഒരു നോ പറയാൻ, വലിയൊരു മറയിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് റമളാൻ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക. റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത് പാപമോചനമാണ്. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മുടെ പൂർവ്വകാലത്ത് നമ്മൾ തിരിച്ചറിയാത്ത കാലത്ത്, അറിവില്ലാത്ത കാലത്ത് പടച്ചോനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം പുറത്തു തരാനുള്ള ഒരു വലിയ അവസരമായിക്കൊണ്ട് ഈ റമളാനെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരു വ്യക്തി അവൻ ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും നോമ്പ് നോൽക്കുകയാണെങ്കിൽ,
അവൻ പൂർണ്ണമായ വിശ്വാസവും ഒരു ദൃഢവിശ്വാസവും അതുപോലെ തന്നെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുമാണ് അവൻ നോമ്പെടുക്കുന്നത് എങ്കിൽ അവൻ മുൻകഴിഞ്ഞ ചെയ്തു പോയ എന്തെല്ലാം ചെറിയ ചെറിയ പാപങ്ങളുണ്ടോ, വൻ പാപങ്ങൾ ഒഴികെയുള്ള ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നതാണ്. അതുകൊണ്ട് അത് പൊറുക്കാനുള്ള തേട്ടം അള്ളാഹുവിനോട് ചോദിക്കാനുള്ള സമയം നാം കണ്ടെത്തേണ്ടതുണ്ട്. റമളാൻ വന്നിട്ടും ഒരു റമളാൻ നമുക്ക് കിട്ടിയിട്ടും ആ റമളാനിലൂടെ പാപങ്ങൾ നമുക്ക് പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരാണ്, വലിയ നഷ്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ തന്റെ മിമ്പറിലേക്ക് ഇങ്ങനെ കയറാണ്. ആ കയറുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ ആമീൻ 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 എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്തിനൊക്കെ ഭയങ്കര ആശ്ചര്യമായി. അപ്പോൾ ഖുത്ബ കഴിഞ്ഞ് റസൂൽ ഇറങ്ങിയപ്പോൾ സ്വഹാബിമാർ റസൂലിനോട് ചോദിച്ചു, റസൂൽ എന്താ നിങ്ങൾ ഈ 3 തവണ ആമീൻ ആമീൻ എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാൾക്ക് റമളാൻ വന്ന് കിട്ടി, അത് പൂർണ്ണമായും ലഭിച്ചു എന്നതിന് ശേഷവും അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നരകത്തിലാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ ആമീൻ എന്ന് 3 തവണ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലിനോട് വന്ന് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അതിൽ റസൂൽ ആമീൻ എന്ന് 3 തവണ പറയുകയാണ്. അത്രമേൽ ഗൗരവമുണ്ട്. റമളാൻ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടും നമ്മുടെ പാപങ്ങൾ പൊറുത്തിട്ടില്ല എങ്കിൽ എന്നാണ് ആ ഹദീസിൽ കാണാൻ സാധിക്കുക. അള്ളാഹു അവനെ വിദൂരത്താക്കട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും റഹിമ, അള്ളാഹു അവൻ നശിക്കട്ടെ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയാണ് അവൻ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ആളുകളായി നമ്മൾ മാറാൻ പാടില്ല എന്നതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായി റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യം പരലോകത്തെ രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഓടുമ്പോൾ ഒരു നോമ്പുകാലം വന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ നമ്മുടെ പരലോകത്തെ പറ്റി പലപ്പോഴും ആലോചിക്കാറുള്ളത്. നാളെ എനിക്കും പോകാൻ ഒരു ഖബറുണ്ടല്ലോ, ഒരു വിചാരണയുണ്ടല്ലോ, ശേഷം സ്വർഗ നരകങ്ങളുണ്ടല്ലോ, രക്ഷാശിക്ഷകളുണ്ടല്ലോ എന്ന കാര്യം നമ്മൾ റമളാൻ വരുമ്പോഴാണ് പലപ്പോഴും ആലോചിക്കാറുള്ളത്. ആ റമളാനെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ട ചിന്ത, ആ റമളാനിലൂടെ നമുക്ക് നമ്മുടെ പരലോകത്തെ രക്ഷയിലേക്ക് എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നോമ്പുകാർക്ക് മാത്രമായി സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, റയ്യാൻ. ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. റമളാനിൽ ഓരോ ദിവസവും ധാരാളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുള്ളതാണ്. അങ്ങനെ മോചിപ്പിക്കുന്ന നമുക്കറിയാം, റമളാൻ ഓരോ രാത്രിയും പകലും ഒക്കെ ഇത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ നമുക്കും ആ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആത്യന്തികമായ ലക്ഷ്യത്തെ പറ്റിയുള്ള ധാരണ വേണം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ പരലോകത്തെ ഏറ്റവും സേഫ് ആക്കാമെന്ന ചിന്ത ഉണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. റമളാനിൽ അസ്സുയാമു ജുന്നത്തു മിനന്നാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പരിചയമാണ്, ഒരു ജുന്നത്താണ്. യുദ്ധത്തിലൊക്കെ നമ്മൾ ശത്രുക്കളുടെ ആക്രമണം ഏൽക്കാതിരിക്കാൻ വേണ്ടി പരിചയം സ്വീകരിക്കാറുണ്ട്. ആ പരിചയെ പോലെയാണ് നോമ്പ് എന്ന്, നരകത്തിൽ നിന്ന് രക്ഷയാവാനുള്ള നോമ്പ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്. നാലാമതായിക്കൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സ്രഷ്ടാവുമായിട്ടുള്ള ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഈ റമളാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആലോചിക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകാം എന്ന് ആവർത്തിച്ച് പറയുന്ന എത്രയോ അവസരം കാണാൻ കഴിയും. അള്ളാഹ് റെഡിയാണ് തരാൻ. നിങ്ങൾക്ക് എന്തും തരാൻ റെഡിയാണ്. യു ഡോണ്ട് ആസ്ക് മീ, നീ എന്താണ് ചോദിക്കാത്തത് എന്ന് മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ കണ്ഠനാടിയേക്കാൾ നമ്മുടെ അടുത്തുള്ള പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്ന കാര്യത്തിൽ നമുക്കൊന്നും തർക്കമില്ല. പക്ഷെ എന്നാൽ പോലും അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കേണ്ടത് എന്ന കാര്യത്തിൽ ചില ആളുകൾക്കെങ്കിലും തർക്കമുണ്ടാവുകയാണ്. അവരതിൽ പിഴച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഇപ്പോഴും ഏലസ് സ്വീകരിക്കുന്നത്, ഐക്കലുകൾ സ്വീകരിക്കുന്നത്, ഉറുക്കുകൾ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് പോലും ചുറ്റുഭാഗത്തുള്ള പല ജാറങ്ങളിലും മക്ബറകളിലും അള്ളാഹു അല്ലാത്ത ആളുകളോട് പോയിട്ട് അള്ളാഹുവിന് ഇടനിലക്കാരായിക്കൊണ്ട് ചോദിക്കാൻ കാരണവും അതാണ്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കാമെന്ന കാര്യത്തിൽ ചില പിഴവുകൾ സംഭവിച്ചു. നമുക്കൊരിക്കലും അത്തരം പിഴവ് ഉണ്ടാവാൻ പാടില്ല. നമ്മോട് അത്രമേൽ അടുത്തിട്ടുള്ള റഹ്മാനായ, റഹീമായ, ഖാലിഖായ, മുദബ്ബിറായ, ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ നമുക്ക് ഈ റമളാനിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും രാത്രിയുടെ അവസാനങ്ങളിലൊക്കെ നമ്മൾ തറാവി നമസ്കരിക്കുന്ന ആളുകളാണ് ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമ്മൾ ഖിയാമുൽ ലൈലും അല്ലെങ്കിൽ തഹജ്ജുദും ഒക്കെ നമസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോഴൊക്കെ ഒന്ന് മാറിയിരുന്ന്, റബ്ബേ കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഈ റമളാൻ എനിക്ക് ഈ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും നാളെ പരലോകത്തെ രക്ഷ നേടാനുമുള്ള ഒരു വലിയ ഇന്ധനമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഖുർആനുമായുള്ള ബന്ധമാണ്. റമളാൻ എന്ന് കഴിഞ്ഞ് തീരുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് അടുത്തൊരു 30 ദിവസം, അടുത്തൊരു മാസക്കാലം ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനുമായിട്ട് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായ ബന്ധമുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഖുർആൻ നമ്മുടെയൊക്കെ പള്ളികളിലും വീടുകളിലുമുള്ള ഈ ഷെൽഫുകളിൽ ഒതുങ്ങിപ്പോകുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് കൽപ്പിക്കുന്ന, നമ്മോട് പല ആജ്ഞകളും പറയുന്ന ഈ ഖുർആൻ അത് അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ഖുർആനും അതിന് മുമ്പ് കഴിഞ്ഞ എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിച്ച ഈ മാസം ഖുർആനിന് വേണ്ടി ചില സമയവും മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സലഫുകൾ പറയാറുണ്ട്, റമദാൻ വന്നു കഴിഞ്ഞാൽ മറ്റ് ഇബാദത്തുകളൊക്കെ മാറ്റിവെച്ച്, കുറെ യാത്രകളും ദഅവ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിവെച്ച് മറ്റ് ഇബാദത്തുകൾ മാറ്റിവെച്ച് പോലും ഖുർആനുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അതിന്റെ പാരായണമാവട്ടെ. നമുക്കറിയാം ഓരോ ഹർഫിനും എത്ര വലിയ പുണ്യങ്ങളാണുള്ളത്. അത്രമേൽ പുണ്യമുള്ള ആ ഖുർആൻ അതിന്റെ പാരായണത്തിനും പഠനത്തിനും മനപ്പാടത്തിനും അതിന്റെ അർത്ഥങ്ങൾ അടക്കം പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മറ്റു 11 മാസങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ടായിരിക്കണം ഈ റമദാൻ നമുക്ക് ഉണ്ടാവേണ്ടത്. റമദാനിന് മുമ്പും റമദാനിന് ശേഷവും അള്ളാഹുവെ ബാക്കിയുള്ള മാസങ്ങൾ, കഴിഞ്ഞ ശഅബാൻ വന്നു, അതിന് മുമ്പുള്ള മാസങ്ങൾ വന്നു, ഇതിലൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ എന്റെ ജീവിതത്തിൽ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ മാർഗങ്ങളിലൊക്കെ എന്റെ പ്രവർത്തനങ്ങളിൽ ഈ റമദാൻ കാരണം ഉണ്ടായിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ പുണ്യങ്ങളിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മനോഹരമായ സ്വപ്നം ത്വൽഹാ റളിയല്ലാഹു അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സ്വപ്നം കാണാണ്. പ്രവാചകന്റെ സന്നിധിയിലുള്ള ഒരു സ്വഹാബിയായിരുന്നു ത്വൽഹാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു മനസ്സിലൊരു സ്വപ്നം കാണും ഒരു ദിവസം. ആ സ്വപ്നത്തിൽ അദ്ദേഹം 2 പേരെയാണ് കാണുന്നത്. ആ 2 ആളുകളും ഇസ്ലാം സ്വീകരിച്ചത് ഒരേ സമയത്താണ്. അവർ ഇസ്ലാം സ്വീകരിച്ചു, ശേഷം അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ അവർ ഒരേ സമയത്ത് സ്വീകരിച്ച് കുറെ നല്ല കാര്യങ്ങൾ ചെയ്ത് അവരുടെ മരണത്തിന്റെ അവസ്ഥയിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തെ ഒരു വ്യക്തി, അദ്ദേഹം ഒരു യുദ്ധം വന്ന സമയത്ത് ആ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടു. അദ്ദേഹം ഒരു രണധീരനായിക്കൊണ്ട് ഇസ്ലാമികമായ ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെടുകയും, എന്നാൽ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം യുദ്ധത്തിലല്ല മരണപ്പെട്ടത്. ഈ യുദ്ധത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ ശേഷം 1 വർഷം കൂടി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് തന്റെ കിടപ്പറയിൽ, തന്റെ ബെഡ്റൂമിൽ കിടന്നുകൊണ്ടാണ് ആ രണ്ടാമത്തെ വ്യക്തി മരണപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ചിന്തിച്ചു, ഈ ഷഹീദായ വ്യക്തി അദ്ദേഹമാണല്ലോ ആദ്യമായിട്ട് സ്വർഗത്തിൽ പോകേണ്ടത്. എന്നാൽ ഈ സ്വപ്നത്തിന്റെ അവസാനത്തിൽ സ്വർഗത്തിന്റെ വാതിലിൽ ഇവർ രണ്ടുപേരും എത്തി നിൽക്കുമ്പോൾ ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഈ ഷഹീദായ വ്യക്തി ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തെക്കാൾ 1 വർഷം കൂടി ജീവിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു, ആ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു സ്വർഗത്തിൽ പ്രവേശിച്ചത്. ഇദ്ദേഹത്തിന് ആകെ അതിശയായി. സ്വപ്നം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം പോവാണ്. റസൂലെ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഇന്നലെ രാത്രി നമുക്കറിയാം ഷഹീദായ ഒരു വ്യക്തിയുടെ പുണ്യമായി താങ്കൾ തന്നെ പറഞ്ഞു തന്നതുപോലെ ആ വ്യക്തി ഷഹീദാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യക്തികളാണ് ശുഹദാക്കൾ. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടാവുക. അപ്പൊ അത്രമേൽ പുണ്യമുള്ള ആ ഷഹീദായ വ്യക്തി അദ്ദേഹം ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാതെ രണ്ടാമതായി 1 വർഷം കഴിഞ്ഞ് തന്റെ കിടപ്പറയിൽ കിടന്ന് മരിച്ച ഒരു വ്യക്തിയാണ് സ്വർഗത്തിലേക്ക് കയറിയത്. റസൂൽ ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന് രണ്ടാമത് മരണപ്പെട്ട ആ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം 1 വർഷം ഏറെ ജീവിച്ചല്ലോ, അതിൽ ഒരു റമദാൻ അദ്ദേഹത്തിന് കിട്ടിയില്ലേ? അതെ റസൂലെ, അദ്ദേഹത്തിന് ഒരു റമദാൻ കിട്ടി. ആ റമദാനിൽ അദ്ദേഹം ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ, ഇത്ര ഇബാദത്തുകൾ ചെയ്തില്ലേ, ഇത്ര ദാനധർമ്മങ്ങൾ, ഇത്ര നമസ്കാരങ്ങൾ, ഇത്ര നോമ്പുകൾ, അല്ലെങ്കിൽ ഇത്ര ഖുർആൻ പാരായണങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ചെയ്തില്ലേ? അതെ റസൂലെ, അദ്ദേഹം അത് ചെയ്തു. എങ്കിൽ അദ്ദേഹത്തിന് ആകാശഭൂമികളെക്കാൾ അവർ തമ്മിലുള്ള വഴിദൂരമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അത്രമേൽ ഒരുപക്ഷെ ഒരു റമദാൻ അധികം കിട്ടി എന്ന കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കാനൊക്കെ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ അത്തരം ഒരു റമദാൻ നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തി നിൽക്കിയിരിക്കുകയാണ്. ആ റമദാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാനുള്ള എല്ലാ ശ്രദ്ധയും ജാഗ്രതയും നമ്മൾ കാണിക്കുക. അള്ളാഹു നമ്മുടെ തൗഫീഖ് നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റമദാനിനെ ഏറ്റവും കൃത്യമായി വരവേൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആത്മഹത്യകളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. NCRBയുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഒരുപക്ഷെ മനുഷ്യന്റെ ജനസംഖ്യയേക്കാൾ വലിയ വർധനവിലാണ്, അതിന്റെ തോതിലാണ് മനുഷ്യർക്കിടയിലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത്. അതിൽ തന്നെ 18-നും 45 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഭൂരിഭാഗവും. 2-3 2 ആളുകളും 66% ആളുകളും മരണപ്പെടുന്നത് എന്ന കണക്കുകൾ വരികയുണ്ടായി. നമ്മുടെ ഈ പ്രദേശത്തും അത്തരത്തിലുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രൊഫഷണലായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള, ഏറ്റവും നല്ല കാഴ്ചപ്പാടുകളുള്ള, ഏറ്റവും വലിയ ദീർഘവീക്ഷണമുള്ള, സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ഇവർക്കെല്ലാം പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ അപജയമായിക്കൊണ്ട് നമുക്ക് ഈ ആത്മഹത്യകളെ കാണാൻ സാധിക്കും. ഒരിക്കലും ആ വ്യക്തി ഒരു പൊടുന്നനെ എടുക്കുന്ന ഒരു തീരുമാനമല്ല തന്റെ ആത്മത്തെ ഹത്യ ചെയ്യുക എന്നത്, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക എന്നതൊന്നും ഒരു പെട്ടെന്നുണ്ടാകുന്ന തീരുമാനമല്ല.
മറിച്ച് പല കാര്യങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം അതിലേക്ക് എത്തുകയാണ് പലപ്പോഴും ഉണ്ടാവുക. പല കാരണങ്ങളാണ് അത് കാണാൻ സാധിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ആവട്ടെ, പരസ്പരമുള്ള ഈഗോകളാവട്ടെ, പരസ്പരമുള്ള കളിയാക്കലുകളും ബ്ലാക്ക് മെയിലിങ്ങുകളും, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളും, വലിയ കടബാധ്യതയും, അല്ലെങ്കിൽ സ്ത്രീധനം പോലുള്ള ഡൊമസ്റ്റിക് വയലൻസ് പോലുള്ള പല വിഷയങ്ങളും, ഇങ്ങനെ പ്രണയ നൈരാശ്യം മുതൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ മുതൽ വലിയ വലിയ രൂപത്തിലുള്ള സാമ്പത്തികമായ പ്രയാസങ്ങൾ വരെ പലപ്പോഴും പല വ്യക്തികളും കാരണമാവുന്നുണ്ട്. ഇങ്ങനെ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്ത് മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു മുസ്ലിം വ്യക്തി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവന് ഇല്ലാതിരിക്കുന്ന, അവന് നഷ്ടപ്പെടുന്ന അവന്റെ അടിസ്ഥാന ചിന്ത എന്നത് ഈ ദുനിയാവിനെ പറ്റിയുള്ള ചിന്തയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുനിയാവ് എന്നത് അത് നശ്വരമാണ്, നിസ്സാരമാണ്. വളരെ ചെറിയ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നാളെ നമ്മെ കാത്തിരിക്കുന്നത് പരലോകമാണ്. ഏറ്റവും കാലാകാലം നീണ്ടു നിൽക്കുന്ന, മരണമില്ലാത്ത ശാശ്വതമായ ഒരു ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ ലോകത്തേക്കുള്ള ചില വിഭവങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദുനിയാവിലെ കുറഞ്ഞ സമയം എന്ന ചിന്ത പലപ്പോഴും മറന്നു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഇതിൽ പെട്ടുപോകുന്നത്. അല്ലദീ ഖലഖ അൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ജീവിതവും ഈ മരണവും ഒക്കെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. കുറെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഹൗഫ് തരും, ജൂഅ തരും, നിങ്ങൾക്ക് ഭയം തരും, പട്ടിണി തരും. നിങ്ങൾ അങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു വിശ്വാസി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്ത് പരീക്ഷണങ്ങളായിക്കോട്ടെ, എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ, ഇതെല്ലാം എനിക്ക് ഒരു ഹൈറിനുള്ളതാണ് എന്നൊരു വിശ്വാസം ചിന്തിക്കുകയാണെങ്കിൽ അവനൊരു പ്രശ്നവും നേരിടാനില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, ഒരു വിശ്വാസി അവന് ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ, അവന് ചിരിക്കാൻ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ശക്കറ, അവൻ ചെയ്യുക എന്താണ്? നേരെ പോയി നന്ദി ചെയ്യും അള്ളാഹുവിന്. ഇനി അവനെങ്ങാനും ഒരു പ്രയാസമാണ് വരുന്നതെങ്കിലോ ഫസ്വബറ, അവൻ നേരെ പോയി ക്ഷമിക്കും. ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ഷമ അവലംബിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറഞ്ഞ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരട്ടെ, ഈ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളാണല്ലോ, അതൊക്കെ എനിക്ക് നാളെ പരലോകത്തേക്കുള്ള വലിയ വിഭവങ്ങളാണ് എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഹദീസുകൾ കാണാൻ സാധിക്കും, ഒരു മുള്ളു തറയ്ക്കുക എന്നത്, അല്ലെങ്കിൽ തലവേദന വരിക എന്നത് പോലും ഒരു വിശ്വാസിക്ക് പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കടപ്പെടുക എന്നത് പോലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് എങ്ങനെയാ സങ്കടം വരിക? ഈ ഭൂമിയിലുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാവട്ടെ, എന്തെല്ലാം പ്രയാസങ്ങളാവട്ടെ, അതൊക്കെ നാളെ പരലോകത്തേക്കുള്ള വലിയ വിഭവങ്ങളായി മാറണമെങ്കിൽ അതിൽ ഞാൻ ക്ഷമിക്കണ്ടേ? ആ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിൽ ക്ഷമിച്ചാൽ നാളെ പരലോകത്ത് വലിയ പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധ്യമുള്ള ഒരു വിശ്വാസിക്ക് എങ്ങനെ സങ്കടപ്പെടാൻ കഴിയാം? അങ്ങനെ സങ്കടപ്പെടാൻ പോലും കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആത്മഹത്യയെ പറ്റി ചിന്തിക്കാൻ കഴിയുക? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സ്രഷ്ടാവ് 24/7 നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കണ്ഠനാടിയേക്കാൾ അടുത്ത്, നമുക്ക് എന്തും ചോദിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ റബ്ബ്. നമുക്കൊക്കെ നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ആ ഇരുട്ടറകൾക്കിടയിൽ കൊണ്ട് നമ്മൾ ജീവിച്ച കുറച്ച് മാസങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 9 മാസവും 10 ദിവസവും നമ്മളെല്ലാവരും ജീവിച്ചവരാണ്. അവിടെ ആരാ നമുക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്? ഇവിടെയുള്ള എന്തെങ്കിലും ആശ്വാസങ്ങൾ ഉണ്ടായിരുന്നോ? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികവും പിന്നെ ശാരീരികവുമായ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? അവിടെ ഒന്നുമില്ല. മറിച്ച് അത്തരം പ്രയാസം നിറഞ്ഞ ഘട്ടത്തിലും നമ്മെ കാത്തത്, നമ്മെ സംരക്ഷിച്ചത്, നമുക്ക് അവിടെ വേണ്ട വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം തന്നത് അള്ളാഹുവാണ്. അതേ അള്ളാഹു നമ്മുടെ മരണം വരെയും അതിനുശേഷവും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുലേക്ക് അർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ സ്വർഗമാവണം നമ്മുടെ ലക്ഷ്യം. ഇവിടെയുള്ള എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആ സ്വർഗമുണ്ടല്ലോ, ഒരു കണ്ണും കാണാത്ത, മാല ആയിനും റാത്ത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ഇന്നേ വരെ വിഭാവനം ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ഭാവനകളുള്ള ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള എന്ത് പ്രയാസമാവട്ടെ, എന്ത് തോൽവികളാവട്ടെ, എന്ത് കളിയാക്കലും കുത്തുവാക്കുകളും ആവട്ടെ, അതൊന്നും അവനൊരു വിഷയമേ അല്ല. മറിച്ച് സ്വർഗമാണ് അവന് വേണ്ടത്. ആ സ്വർഗത്തിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കാൻ അവൻ ശ്രദ്ധിക്കുമെന്നതാണ്. ഇനി ഇത്തരം ആളുകൾ ഈ ആത്മഹത്യ പോലുള്ള കർത്തവ്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു വിധിയും ഇസ്ലാം പറയുന്നുണ്ട്. അതൊരു ഗുരുതരമായ പാപമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഗുരുതരമായ പാപം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കിയ ആളുകളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷ എന്നത് അവർ എങ്ങനെയാണോ ആ ഒരു കർത്തവ്യം ചെയ്തത്, ആത്മഹത്യ ചെയ്തത് തൂങ്ങി മരിച്ചിട്ടാവട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചാടിയിട്ടാവട്ടെ, അതേ കർത്തവ്യം അവർ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് പോലും നമസ്കരിക്കാത്ത രൂപത്തിലുള്ള വെറുക്കപ്പെട്ട ഒരു വിഭാഗമാണ് അത്തരം കർത്തവ്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. നമുക്ക് എങ്ങനെയാണ് അത്തരം കൂട്ടത്തിൽ പെടാൻ സാധിക്കുക? പ്രത്യേകിച്ചും ഒരു റമദാനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന എത്ര വലിയ ഡിപ്രസ്ഡ് ആയ ചിന്തകളാവട്ടെ അതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, നമസ്കാരത്തിൽ വലിയ ചൈതന്യം കണ്ടെത്താൻ, വലിയ ആസ്വാദനം കണ്ടെത്താൻ, റബ്ബിനോട് സംസാരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന അത്തരം ഇബാദത്തുകളിലൊക്കെ കൂടുതൽ സജീവമായി അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിലെ ആസ്വാദനം കണ്ടെത്താൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. നമ്മളെക്കാൾ എത്രയോ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച എത്ര ആളുകളുണ്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നീണ്ട 15 വർഷക്കാലം തന്റെ ഭാര്യയും സമുദായവും ഒക്കെ എല്ലാവരും, തന്റെ മക്കളും തന്റെ സമുദായവും ഒക്കെ ഒറ്റപ്പെടുത്തി 16 വർഷക്കാലം ഒരു വലിയ രോഗം അനുഭവിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ മത്സ്യത്തിന്റെ വായിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, അഗ്നികുണ്ടാരത്തിലേക്ക് എറിയാൻ പോകുമ്പോൾ പോലും വിശ്വാസം മുറുകെ പിടിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മക്കളില്ലാതെ വന്ധ്യരായ വയോധികരായ സക്കരിയ നബി അലൈഹിസ്സലാം, ഈ ദീനിന് വേണ്ടി ആത്മാർത്ഥമായ സേവനങ്ങൾ ചെയ്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെ ചെയ്ത ത്യാഗങ്ങളുടെ 100-ൽ 1 അംശം പോലും നമ്മളൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല, പ്രയാസം അനുഭവിച്ചിട്ടില്ല. എന്നിട്ടാണോ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ഏറ്റവും വലുതായി തോന്നുന്നത്? അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുലേക്ക് അർപ്പിക്കാനും, അള്ളാഹുവെ ഇത് നാളെ പരലോകത്ത് എനിക്ക് ഗുണകരമാവുന്ന ഒരു വിഭവമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനുകൂടി നമുക്ക് ഈ റമദാനെ മാറ്റിയെടുക്കാൻ സാധിക്കണം. റമദാനിലൂടെ നേടിയെടുക്കേണ്ട തഖ്വയാവട്ടെ, പാപമോചനമാവട്ടെ, പരലോകത്തുള്ള വലിയ രക്ഷയും വിജയവുമാവട്ടെ, അള്ളാഹുമായും ഖുർആനുമായുമുള്ള ബന്ധമാവട്ടെ, അതെല്ലാം കൃത്യമായി നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, പണ്ഡിതന്മാർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇപ്പോഴും രോഗം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങൾ കൊണ്ടും ജോലി സംബന്ധമായ പ്രയാസങ്ങളും ഒക്കെ കഷ്ടപ്പെടുന്ന എത്രയോ അധികം ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഉദവിയും തുറവിയും വളർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ എത്രയോ ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.